ഈ പണം കൊണ്ട് കച്ചവടം തുടങ്ങാൻ പാടുള്ളതല്ല. പിന്നെ ലോട്ടറി ടിക്കറ്റ് വാങ്ങിച്ചു. എന്തോ ഇത്ര നോക്കാൻ? പണം കണ്ടിട്ടുള്ള ആക്രാന്തം കൊണ്ടാണെന്ന് വിചാരിക്കരുത്. നമുക്ക് അവനെ ഒന്ന് ഫിനിഷ് ചെയ്യണ്ടേ? എന്റെ ബലമായ സംശയം ഇതിന്റെ പിന്നിൽ എന്തോ ചതി ഉണ്ടെന്നാണ്. ചതിക്കാനാണ് ഇത്രയും പണം നമ്മുടെ തന്നിട്ട് വേണോ? വേറെ എന്തൊക്കെ വഴികളുണ്ട്? എടാ മണ്ട, എന്നാ ഇത് ചതിയാണ്. അയാൾക്ക് പോലീസിന് ഇൻഫോം ചെയ്ത് ഈ പണം നമ്മൾ മോട്ടിച്ചാണെന്ന് പറയിപ്പിച്ചാ പോരെ? ഒരു പ്രത്യേക സ്വഭാവമുള്ള മനുഷ്യൻ. പക്ഷെ എന്തായാലും ആള് ഭയങ്കര ഡീസന്റ് ആണ്. അയാൾക്ക് വട്ടാണോ? ഒരു വട്ടുമില്ല. മോനും എന്നോട് പറയാറുണ്ട് പപ്പയുടെ സ്വഭാവ വിശേഷങ്ങൾ. ഒരു തോട്ടക്കാരനെ അപ്പോയിന്റ് ചെയ്യാൻ പോലും വിചിത്രമായ ചില രീതികളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. എന്തായാലും ഹി വോണ്ട് ചീറ്റ് us. നമ്മളെ ചതിക്കില്ല. അങ്ങനെയെങ്കിലും ഇതൊരു ചാലഞ്ചാണ്. നമ്മളത് വെല്ലുവിളിയോടെ ഏറ്റെടുക്കുന്നു. ഒരാഴ്ച കൊണ്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് പ്രകാരം നമുക്കിത് ചെലവാക്കാം. പക്ഷെ അതിനുള്ള വഴികൾ ആലോചിക്കൂ. ഈ 5 ലക്ഷം രൂപ പതുക്കെ പറ. എന്ത് പറ്റി? ചുറ്റോട്ടുള്ളവർ കേൾക്കും. എന്റെ ഭഗവതി, 5 ലക്ഷം രൂപ, അതും ബണ്ടിലായിട്ട് കാണാനുള്ള ഭാഗ്യം നീ വരുത്തിയല്ലോ. പിന്നെ ഞങ്ങൾക്കും വേറെ ജോലിയും കൂലിയൊക്കെ ഉള്ളതാ. എങ്കിലും നിന്റെ പ്രേമ സാഫല്യത്തിന് വേണ്ടി ഈ ത്യാഗോജലമായ സേവനത്തിന് ഞാൻ തയ്യാർ. ഞാനും തയ്യാർ. എങ്കിൽ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? സുഖതരമൊരു നവഭാവം തന്നു തിരകളിൽ നാട്യം വന്ന ലഹരിയിൽ അനുപമനാദം പാതു ചൊടികളിൽ താളം തുള്ളുമലകളിൽ ഒരു മയിലാടാം സംഘമാർ അമൃതലയ നദിയിൽ നീന്തി അതുല മധുര ഗണമേന്തി ഉലകമണിയം ഭാഗ്യം വന്നു സുഖതരമൊരു നവഭാവം തന്നു തിരകളിൽ. പോലും ഒരു ജീവൻ തിരിച്ചു തരും ധനം. ആകത്താൻ മടിച്ചു നിൽക്കും പെണ്ണിൻ മനസ്സിലുള്ള പ്രേമം പതിച്ചു തരും ധനം. ആകത്താൻ മടിച്ചു നിൽക്കും പെണ്ണിൻ മനസ്സിലുള്ള പ്രേമം പതിച്ചു തരും ധനം. വിഷാദങ്ങളെ ഇനിമേൽ വിനോദങ്ങളരികെ പുതുമ നിറഞ്ഞു വഴിഞ്ഞ നിമിഷമിതേ. ഭാഗ്യം വന്നു സുഖതരമൊരു നവഭാവം തന്നു തിരകളിൽ നാട്യം വന്ന ലഹരിയിൽ അനുപമനാദം പാതു ചൊടികളിൽ. തന്ത്രങ്ങൾ പോലും നിയന്ത്രിക്കുന്ന മന്ത്രവാദി പണം. അയ്യോ സൈനേട് വാങ്ങി തിന്ന് ജാവാനും പൈസ കയ്യിലില്ലാത്ത മർക്കൻ വെറും പീണം. സൈനേട് വാങ്ങി തിന്ന് ജാവാനും പൈസ കയ്യിലില്ലാത്ത മർക്കൻ വെറും പീണം. വിചാരങ്ങളെ ഇനിമേൽ വിനോദങ്ങളരികെ പുതുമ നിറഞ്ഞു വഴിഞ്ഞ നിമിഷമിതേ. ഭാഗ്യം വന്നു സുഖതരമൊരു നവഭാവം തന്നു തിരകളിൽ നാട്യം വന്ന ലഹരിയിൽ അനുപമനാദം പാതു ചൊടികളിൽ താളം തുള്ളുമലകളിൽ ഒരു മയിലാടാം സംഘമാർ അമൃതലയ നദിയിൽ നീന്തി അതുല മധുര ഗണമേന്തി
ഉലകമണിയാം ഭാഗ്യം വന്നു സുഖതരമൊരു നവഭാവം വന്നു തിരകളിൽ നാണ്യം വന്ന ലഹരിയിൽ അനുപമനാദം വാർന്ന ചൊടികളിൽ ജിഗുന്ന 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 ജിഗു ജിഗു ജിഗുന്ന 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 ജിഗു ജിഗു ജിഗുന്ന 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 ജിഗു ജിഗു ജിഗുന്ന 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 ജിഗു ജിഗു ജിഗുന്ന ജിഗുന്ന ജിഗുന്ന. നമസ്കാരം ചേട്ടാ. ഹലോ. വേണ്ട. ഹലോ. അറിയാമല്ലോ, ഐറ്റം അല്ല നോക്കേണ്ടത്, പ്രൈസ്. അറിയാ, 1500 രൂപയുടെ ഒരു സാധനം കാച്ചട്ടെ. ഒന്ന് പതുക്കെ പറ. അതിലും വില കൂടിയ ഐറ്റം വല്ലതും ഉണ്ടോ നോക്ക്. ഇല്ലല്ലേ, 1500 തന്നെ കൂടിയവൻ. ലോബ്സി ലോബ്സ്. പേര് വായിക്കൊള്ളുന്നില്ല, നീ എന്നെ വായിക്കേ. ലോബ്സ്റ്റർ തെർമിഡോ. എന്തത്? ഒന്ന് വെറുതെ ഇരിടെ. ഇത് 5 സ്റ്റാർ ഹോട്ടലാ, പഞ്ചാക്ഷത്രം. വുഡ് യു ലൈക്ക് ടു ഹാവ് സംതിങ് ടു ഡ്രിങ്ക് സർ? ലേശം വീശണോന്ന്. എന്നാ അടിച്ച് കോണ്ടിരിയ. വി ഹാവ് ബ്ലഡി മേരി, മേരിയോ? ബ്ലാക്ക് ലേബൽ, ഓൾഡ് ക്രോ. ഓൾഡ് ക്രോ, വയസ്സൻ കാക്ക. 5 സ്റ്റാർ ഹോട്ടലിൽ വയസ്സൻ കാക്കയോ? നോ താങ്ക് യു. സോ ക്യാൻ യു ടേക്ക് യുവർ ഫുഡ് ഓർഡർ സർ? ഓക്കെ. 3 lobster thermidos. 3 whole lobsters? Are you sure? Yes man, 3 full lobsters. എവിടെ പോയി? ബഷീറെ, ഇപ്പൊ മൊത്തം എത്ര ഡാമേജ് ആയിട്ടുണ്ട്? നോക്കാം. ഓ, ഇത് കണ്ടീഷൻസ്. അത് കാറ്റിപ്പറപ്പ്. നമ്മുടെ ടെക്സ്റ്റൈൽസ് പീസ്, അതായത് നമ്മുടെ സൂട്ട്, ഷർട്ട്, കോട്ട്, തൊപ്പി, കുപ്പി, കുന്തം, വടിച്ചക്രം എല്ലാം കൂടെ ഒരു 30 രൂപ മാറിയിട്ടുണ്ട്. 30,000 എന്ന് പറയടേ, മനസ്സിനൊരു സമാധാനം വരട്ടെ. ഓ ശരി. പിന്നെ റൂം അഡ്വാൻസ് ഒരു 10, ടാക്സി കറങ്ങിയത് എല്ലാം കൂടി ചേർത്തൊരു 5 വരും. അപ്പൊ നമ്മുടെ വാഹനത്തിന്റെ കാശ്? അത് 10-25 വരും. ഓഹോ. അപ്പൊ എല്ലാം കൂടി 1.5 ലക്ഷം മാറി കിട്ടിയിട്ടുണ്ട്. 1.5 ലക്ഷം? ഒരു ദിവസം കൊണ്ട് 1.5 ലക്ഷം. അപ്പൊ ഇനി ഒരാഴ്ച വേണ്ടി വരില്ല, തീർന്നോളൂ. കുറച്ചുകൂടെ തരാൻ പറയാറുണ്ടല്ലോടെ. എന്തോ? എടാ ഫെട്ടി, നീ ഭാഗ്യവാനാ. 2 ആഴ്ച കഴിഞ്ഞാ കല്യാണം ഉറപ്പാ. ദേ വരുന്നു ലോബ്സ്റ്റർ ടെർമിഡോസ്. എന്റെ ദൈവമേ, ശവമഞ്ചം മരുന്ന് പോലെ ഉണ്ടല്ലോ. ഇവിടെ ഇവിടെ ഇവിടെ. അളിയത് എന്തോന്നടേ? അളിയായത് കൊഞ്ച. എന്റെ ആയുസ്സിൽ ഞാൻ ഇത്ര വലിയ കൊഞ്ചിനെ കണ്ടിട്ടേ ഇല്ല. നിന്നെക്കാളും വലുതാ. അപ്പോഴേ ഇത് എവിടുന്നാ തുടങ്ങേണ്ട? ഞാൻ കാണിച്ചു തരാം. ഓക്കെ. വലിയ കുഴപ്പമില്ല, തിന്നാം അല്ലേ? കൊള്ളാം. ഉദ്ദേശിച്ച പോലെ വലിയ ഗുണമൊന്നുമില്ലടേ. ഇതിനേക്കാൾ എത്രയോ നല്ലതാണ് നമ്മുടെ മത്തി. എക്സാക്ട്ലി. നമുക്ക് കാശ് ചെലവാകണം, അത്രയല്ലേ ഉള്ളൂ. അത് ചെലവായി. ബില്ലിങ് തരാൻ പറ. ചെക്ക് പ്ലീസ്. ബില്ല് അവിടെ കൊടു. അളിയ രൂപ 5600 മാറി കിട്ടി. ഫാസ്റ്റ്. അളിയ ഇതുപോലെ 3 കൂടെ പാഴ്സൽ ചെയ്തുകൊണ്ട് പോവാം. പാഴ്സൽ ചെയ്യാൻ കീപ് ദ ചേഞ്ച്. എക്സ്ക്യൂസ് മീ സർ, മാനേജർ വിളിക്കുന്നു. വാട്ട്?
ബില്ലിൽ എന്തെങ്കിലും പണം ഇനിയും വേണമായിരിക്കും. ഇനി മിസ്റ്റേക്ക് അറിയില്ല സാർ, പ്ലീസ് കം. പോവാം. ഈ തുണി ഇരിക്കട്ടെ, നിലം തുടയ്ക്കാം, അത് കഴിഞ്ഞ് മുഖവും തുടയ്ക്കാം. Deep sea hunters. Yes, deep sea hunters. Taramayula, Urumil School, Aina, Yamaha, Tapioca, Yalasam, Urumesero, Yoda, Osaka, Natarapino, Uzaka, Molia, 25 packet. Osaka. എന്തിനാ സാർ വിളിപ്പിച്ചത്? പ്രത്യേക കാരണമുണ്ട്. നിങ്ങൾ കഴിച്ച ലോബ്സ്റ്റേഴ്സ് ഞങ്ങൾക്ക് സപ്ലൈ ചെയ്ത് ഡീപ് സീ ഹണ്ടേഴ്സ് എന്ന പുതിയ കമ്പനിയാണ്. മീറ്റ് മിസ്റ്റർ മേനോൻ ലീ, Bonsai. ഡീപ് സീ ഹണ്ടേഴ്സിന്റെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്. ഹലോ. ഹലോ, നൂറുകണക്കിന് ഡിഷസുകൾ മെനു കാർഡിൽ ഉണ്ട്. അതിൽ നിന്നാണ് നിങ്ങൾ ലോബ്സ്റ്റർ സ്ഥാനം തിരഞ്ഞെടുത്തത്. നിങ്ങളെ പോലുള്ള ലോബ്സ്റ്റർ പ്രേമികളാണ് ഡീപ് സീ ഹണ്ടേഴ്സിന്റെ നിലനിൽപ്പിന് വിഷയം. ഒസാക്കയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്ത ഒരു പ്രത്യേകതരം ലോബ്സ്റ്ററാണ് ഇന്ന് ഞങ്ങളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതാദ്യമായി ഓർഡർ ചെയ്തത് ലോബ്സ്റ്റർ പ്രേമികളായ നിങ്ങളും. ആ സ്പെഷ്യൽ ഡിഷ് ഡീപ് സീ ഹണ്ടേഴ്സിന്റെ കോംപ്ലിമെന്റ് ആണ്. ബില്ല് ഓൾറെഡി കമ്പനി പേ ചെയ്ത് കഴിഞ്ഞു. ഇരിക്കൂ. സാർ പ്ലീസ്, എന്തായാലും ഞങ്ങൾ പേ ചെയ്ത് പോയില്ലേ സാർ? നോ താങ്ക് യു സാർ. എക്സ്ക്യൂസ് മീ, ഇത് നിങ്ങൾക്കുള്ളതാണ്. ഡീപ് സീ ഹണ്ടേഴ്സിന്റെ സ്നേഹോപഹാരം. താങ്ക് യു. ഇത് നേരത്തെ ലോബ്സ്റ്റർ ആണ്. ജീവനുള്ളതാണോ? ഉണ്ടായിരുന്നു 8 മാസത്തിന് മുമ്പ്. അതാണ് ഈ മുറിക്കകത്ത് കയറിയപ്പോ ഒരു അവിഞ്ഞ നാറ്റ. കൊടു. നിങ്ങൾ ഈ സ്കോച്ച് ഹിസ്റ്ററിയെ കുറിച്ച് കേട്ടിട്ടില്ലേ? 100 വർഷം, 50 വർഷം, 10 വർഷം അത്രയും പഴക്കമുള്ള ലോബ്സ്റ്റർ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ അതിന് വില കൂടും. ഇതിന് ഞങ്ങൾ എത്ര രൂപ തരണം? കമ്പനി ഇത് നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് ആണ്. പണം വേണ്ട. No cash. ചതിച്ചല്ലോ പടച്ചോനെ. ഇവിടെ നിന്നാ നമ്മുടെ കാശ് ചെലവാകില്ല. വേറെ മാർഗം തേടുന്ന നല്ലത്. റെഡി, തൽക്കാലം നമുക്ക് സ്ഥലം വിടാം. Osaka, you want to negotiate.